ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ബിസിനസ് സപ്പോർട്ട് സർവീസസ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ബിസിനസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ് സപ്പോർട്ട് സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് വരുന്നത്, അതായത് നമ്മളെ സഹായിക്കാൻ വേണ്ടി മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് സർവീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബിസിനസ് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിങ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ഫിനാൻസ് ആൻഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഇൻഷുറൻസ് പ്രൊവൈഡ്സ് a cover to all sort of business risk. Transportation to facilitate physical movement of goods from one place to another. Warehousing to provide storage facilities at various places to meet seasonal variations in demand. And communication for facilitating exchange of information and ideas between producers. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? പ്രൊഡ്യൂസേഴ്സ്, മിഡിൽമാൻ ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിങ് വേണം, ഇൻഷുറൻസ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, വെയർ ഹൗസിങ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പം ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ അധികമായിട്ട് വരുന്ന പ്രോഫിറ്റുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കി തരുന്നതുമാണ് ബാങ്കിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻഷുറൻസ്. കോടികൾ മുടക്കി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അവിടെയുള്ള ബിസിനസ് ആസ്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്, അതിലുള്ള മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം അതിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ വരികയോ നാശനഷ്ടങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ആ ഒരു നഷ്ടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരാത്ത രീതിയിൽ ഒരു ഇൻഷുറൻസ് കവറേജ്, പരിരക്ഷ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം. ബിസിനസ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നിർബന്ധമാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, കാരണം നമ്മൾ അതാത് ദിവസത്തേക്കുള്ള പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കി വെക്കുന്ന കുറച്ചധികം പ്രൊഡക്ട്സ് നമ്മൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോംബെയിലുള്ള പ്രൊഡക്ട്സ് ബോംബെ മാത്രം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല ഓൺ ദ സ്പോട്ടിൽ. അപ്പോൾ അവരെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ ഓരോ ഏരിയ ബേസിൽ അവർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വരുന്ന ചാപ്റ്ററുകളിലുമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ യാതൊരു ഫെസിലിറ്റിയും നടക്കില്ല. ഒരു ബിസിനസ് ഫേമിലാണെങ്കിലും അവിടെയുള്ള മിഡിൽമാനായിട്ടോ കൺസ്യൂമേഴ്സായിട്ടോ എംപ്ലോയീസൊക്കെ ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ആദ്യം നമുക്ക് ബാങ്കിങ് എന്താണെന്ന് പഠിക്കാം. ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ്. എന്താണ് ബാങ്ക് എന്ന് പറയുന്നത്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് എന്തൊക്കെ ഡീൽ ചെയ്യുന്നു? ഡീൽസ് മണി, അതായത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ക്രെഡിറ്റ്, ലോൺ കൊടുക്കാൻ സഹായിക്കുന്നു. ഇനി ഇപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് ഇറ്റ് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദോസ് ഹു ഹാവ് ഫണ്ട്സ് ടു സ്പെയർ, ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദോസ് ഹു ആർ നീഡ് ഓഫ് ഫണ്ട് ഫോർ വേരിയസ് പർപ്പസ്. അതായത് ജനങ്ങൾക്ക് അമിതമായിട്ട് വരുന്ന അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനും എക്സസ് ആയിട്ട് ലോൺ ഫെസിലിറ്റീസോ മറ്റോ ആവശ്യം വരുമ്പോൾ അതിനെ ബിസിനസ്സിനെ സഹായിക്കാനുമാണ് നമ്മൾ ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ വിഡ്രോവൽ ബൈ ചെക്ക് ഓൺ ദി അതർവൈസ്. എന്താ പറയുന്നത്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. എന്തിനാ? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എടുത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമില്ലാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതേസമയം അത്യാവശ്യമുള്ളവർ വേറെ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എടുത്ത് ഇപ്പുറത്ത് ലെൻഡ് ചെയ്യുന്നു, അതായത് കടം കൊടുക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത് അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മണി. അപ്പം നമുക്ക് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ആവശ്യക്കാർക്ക് പൈസ കടം കൊടുക്കാൻ വേണ്ടിയിട്ടും
ലോണായിട്ട് കൊടുക്കാനും ആവശ്യമില്ലാത്തതിൻ്റെ പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വീകരിക്കാനും അതിനൊരു നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ടുകൾ എങ്ങനെ എങ്ങനെ ഒരു പബ്ലിക്കിന് കൊടുക്കുന്നു? ഒന്നല്ലെങ്കിൽ ഡിമാൻഡായിട്ട് പിന്നെ കസ്റ്റമേഴ്സ് വിഡ്രോ ചെയ്യുന്നത് ചെക്കായിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ഒക്കെയാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇനി എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ബാങ്കിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഒന്നും കൂടെ പറയാം. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പം മനസ്സിൽ ഐഡിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ സഹായത്തിനുണ്ടാകും, പക്ഷേ എമൗണ്ട് മാത്രം ഉണ്ടാവില്ല, മീൻസ് മണി മാത്രം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ബിസിനസ് കമ്മിങ് ടു അല്ലെങ്കിൽ മേക്കിംഗ് ഇൻ ടു ഡ്രീംസ്, ആ ഡ്രീംസ് പിന്നെ ഒന്ന് ഇതിലേക്ക് വരാൻ വേണ്ടി, അത് ഡ്രീംസ് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ക്യാപിറ്റലിന് വേണ്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എമൗണ്ട്, അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും. അപ്പം ആ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണായിട്ട് ആ എമൗണ്ട് ലോൺ എടുത്തതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ചില കേസുകളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തെന്നിരിക്കാം. അപ്പം ആ ഒരു കേസ് ഇവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ അണ്ടറിൽ വരുന്നു. സെക്കൻഡ് വൺ, സർവീസസ് ടു ബിസിനസ്. എന്താണ് സർവീസസ് ടു ബിസിനസ് എന്ന് പറയുന്നത്? ബാങ്കിങ് ഹെൽപ്സ് ബിസിനസ് ത്രൂ എ വെറൈറ്റി ഓഫ് സർവീസസ് സച്ച് ആസ് പ്രൊവൈഡിങ് ലോങ് ടൈം, ഷോർട്ട് ടൈം, അറേഞ്ചിങ് റെമിറ്റൻസ് ഓഫ് മണി. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ലോണാണ് ബാങ്ക് കൊടുക്കുന്നത്? ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്, പിന്നെ റെമിറ്റൻസ് ഓഫ് മണി. അത് കൊടുക്കുന്ന ലോണുകൾ അവർക്ക് എങ്ങനെയാണോ കിട്ടുന്നത്, അത് ചിലപ്പം ബിൽസ് കളക്ഷനിലൂടെ അല്ലെങ്കിൽ ചെക്ക് ത്രൂവോ കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ പറയുന്നത് ബാങ്കിങ് ഹെൽപ്സ് ബിസിനസ് ത്രൂ വെറൈറ്റി ഓഫ് സർവീസസ് സച്ച് ആസ് പ്രൊവൈഡിങ് ലോങ് ടൈം, ഷോർട്ട് ടൈം. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലയളവുള്ള, അത്ര കാലം വരെ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കാലയളവുള്ളത്. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ വിതിൻ 3 ഇയർ ആണ് വിതിൻ 1 ഇയർ ആണ് ഷോർട്ട് ടൈം വരുന്നത്. മീഡിയം ടൈം ആണ് വിതിൻ 3 ഇയർ, 3 or 2 ഇയർ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് ലോൺസ് റെമിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, റെഡ്യൂസ് യൂസ് ഓഫ് കറൻസിയാണ്. എന്താണ് റെഡ്യൂസ് യൂസ് ഓഫ് കറൻസി എന്ന് പറയുന്നത്? ഇപ്പോൾ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കറൻസി ട്രാൻസാക്ഷൻസ് കുറയ്ക്കുന്നതിന് വരെ എല്ലാവരോടും ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസും മറ്റും അത്യാവശ്യം വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് ത്രൂ, മൊബൈൽ ബാങ്ക് ത്രൂ അല്ലെങ്കിൽ നെറ്റ് ബാങ്ക് ത്രൂ ഒക്കെ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്യാഷ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും ക്യാഷ് കൊടുക്കുന്നതിന് പകരം അത്യാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ചെക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറൻസി ട്രാൻസാക്ഷൻസ് കുറവാണ്, അതേസമയം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് റെഡ്യൂസ് യൂസ് ഓഫ് കറൻസി എന്ന് പറയുന്നത്. റെഡ്യൂസ് യൂസ് ഓഫ് കറൻസിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് ട്രാവലേഴ്സ് ചെക്ക് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ATM കാർഡും ഇങ്ങനെയൊക്കെ ആയിട്ട് പലതും ഉണ്ട്. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ, ഇപ്പോഴത്തെ ഫെസിലിറ്റി അനുസരിച്ച് നെറ്റ് ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എല്ലാം അവൈലബിൾ ആണ്. നെക്സ്റ്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്? ബാങ്ക്സ് അലൗ സേവിങ്സ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് സച്ച് ആസ് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ബാങ്കിൽ 2-3 ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക്സ് allow the amount to deposit in different types of account. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ബിസിനസ് പീപ്പിളിൻ്റെയാണ്, അതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, സാധാരണക്കാർ യൂസ് ചെയ്യുന്ന. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മിനിമം 6 മന്തിലേക്ക് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് നമുക്ക് സേവിങ്സ്, നമ്മുടെ എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ടു റൂറൽ എക്കണോമി. എന്താണ് ബെനിഫിറ്റ്സ് ടു റൂറൽ എക്കണോമി എന്ന് പറയുന്നത്? Rural branches of banks play a useful role in mobilization savings in rural area and provide loans to farmers and artisans. ഇപ്പം നമ്മുടെ വില്ലേജ് ഏരിയകളിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർക്ക് പിന്നെ അവരുടെ കൃഷി രീതികൾ വികസിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ലോണുകൾ എടുക്കുക, ഏതെങ്കിലും കൃഷികൾക്ക് വേണ്ടിയിട്ട് മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ പശുവിനെ മേടിക്കാനോ മോട്ടർ വെക്കാനോ
മോട്ടോർ അഗ്രികൾച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടി മോട്ടോർ വെക്കാനോ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണുകൾ. അപ്പോൾ അത് റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ബാങ്ക്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. നെക്സ്റ്റ് വൺ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിയാണ്. ബാങ്ക്സ് ഐഡൻറ്റിഫൈ ഏരിയാസ് ദാറ്റ് നീഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫോർ പ്രൊവൈഡിംഗ് ദം നെസസറി ഹെൽപ്സ്. ബാങ്ക്സ് ദാസ് ഹെൽപ്സ് ബാക്ക്വേർഡ് ഏരിയാസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. പൊതുവെ ബാങ്ക്, കാരണം പണമുള്ളവർക്ക് പിന്നെ ബാങ്കിൻ്റെ ആവശ്യം വരുന്നില്ല. ബാങ്കിൻ്റെ ആവശ്യം വരുന്നില്ല എന്നല്ല, ലോണിൻ്റെ ആവശ്യം വരുന്നില്ല. പണമില്ലാത്തവനാണല്ലോ തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ബാക്ക്വേർഡ് ഏരിയാസ്, ഇൻഡസ്ട്രി ആൻഡ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. കാരണം ബാക്ക്വേർഡ് ഏരിയയിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലായിടത്തും തുല്യമായ രീതിയിൽ ആവശ്യം വേണ്ടവർക്ക് ആവശ്യ സാധനങ്ങൾ എത്തുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള ക്യാഷ് ഫെസിലിറ്റി നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ബാങ്കിങ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ചെയ്യാൻ വേണ്ടി, റീജിയണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ഇൻകം കിട്ടത്തക്ക രീതിയിലുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസിയാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് പോളിസി ഈസ് എ പ്രീ റിക്വിസിറ്റ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് കൺട്രി ഡെവലപ്സ് എ പ്രോപ്പർ മോണിറ്ററി പോളിസി ബൈ ഡിറ്റർമിനിങ് ദ ബാങ്ക് റേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ മണി സപ്ലൈ. എന്താണ് ഇവിടെ പറയുന്നത്? ക്രെഡിറ്റ് പോളിസി. കാരണം ബാങ്കുകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് പിന്നെ ക്രെഡിറ്റ് പോളിസി കൊടുക്കുന്നത്, കടമായിട്ട് കൊടുക്കുന്നത്, മീൻസ് ഇവിടെ ലോണായിട്ടാണ് കൊടുക്കുന്നത്. എ കൺട്രി ഡെവലപ്സ് എ പ്രോപ്പർ മോണിറ്ററി പോളിസി ബൈ ഡിറ്റർമിനിങ് ബാങ്ക് റേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ മണി സപ്ലൈ. കാരണം പല ബാങ്കുകളിൽ നിന്ന് പല ടൈപ്പ് ലോണുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ലോണുകൾ പല ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ലോൺ റേറ്റുകൾ വലിയ കുറവൊന്നുമില്ല. കാരണം ഓൾറെഡി ബാങ്ക് റേറ്റ് എന്താണ് ബാങ്ക് റേറ്റ് റിസർവ് ബാങ്ക് ഫിക്സ് ചെയ്യുന്ന ഒരു ബാങ്ക് റേറ്റ് ഉണ്ട്. ആ ബാങ്ക് റേറ്റ് ആണ് ഇവിടെ ഇവിടെ പിന്നെ എല്ലാ ബാങ്കുകളും അക്സെപ്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു വേരിയേഷൻ 0.5 0.1 ഒക്കെ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ സെയിം ഇതാണ്, സെയിം ബാങ്ക് റേറ്റാണ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളിലും ഏകദേശം വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. ഏതൊക്കെ ടൈപ്പ് ബാങ്ക്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? Commercial banks, different types of banks accounts are there. Commercial banks, cooperative bank, development bank, specialized bank, central bank. ഇതിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് കൊമേഴ്സ്യൽ ബാങ്കും സെൻട്രൽ ബാങ്കുമാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ജസ്റ്റ് നോക്കാം കൊമേഴ്സ്യൽ ബാങ്ക് എന്താണെന്ന്. Commercial banks are banking institutions that accepts deposits from the public and grant short-term loans in advance to their customers. എന്താണ് ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിങ് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ഗ്രാൻഡ് ഷോർട്ട്-ടൈം ലോൺസ് ഇൻ അഡ്വാൻസ് ടു ദിയർ കസ്റ്റമേഴ്സ്. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ ആവശ്യക്കാർക്ക് അത്യാവശ്യം വേണ്ടവർക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെൻഡിങ് ചെയ്യുന്നു. അതാണ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിനെ രണ്ട് രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്, 3 രീതിയിലായിട്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സ് മേ ബി, ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഏതൊക്കെ രീതിയിലാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി പബ്ലിക് സെക്ടർ ബാങ്ക് എന്താണെന്ന് നോക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? മജോറിറ്റി സ്റ്റേക്ക് മീൻസ് ഷെയർസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മജോറിറ്റി ഷെയർ ഈസ് ഹെൽഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ബാങ്കിൻ്റെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, ദേന ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഷെയറുകൾ ആരുടെ കൈപ്പിടിയിലാണുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൈപ്പിടി, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പം കൂടുതൽ ഷെയറുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക് ഒക്കെ എക്സെട്ര പറയുന്നത്. ഇനി പ്രൈവറ്റ് ബാങ്ക്സ് എന്താണ്? പ്രൈവറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് the majority of share capital
ഓഫ് ദ ബാങ്ക് ഈസ് ഹെൽഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അതായത് കൂടുതൽ ഷെയർ ആരുടെയിലായിരിക്കും? പ്രൈവറ്റ് പീപ്പിൾസിൻ്റെ ആൾക്കാരെ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കുകളെ നമ്മൾ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്നു. അതിന് ഉദാഹരണമുണ്ട്. ഏതൊക്കെയാണ്? പിന്നെ ദീസ് ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്നുള്ള പേരിലാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസും നമ്മുടെ കൺമുമ്പിലുണ്ട്. ലോർഡ് കൃഷ്ണ ബാങ്ക് ഇപ്പം ലയിച്ചിട്ട് വേറെ ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ICC ബാങ്കും കൊടാക് ബാങ്ക്, HDFC ബാങ്ക് ഇതൊക്കെ പ്രൈവറ്റ് ബാങ്കുകളാണ്, പബ്ലിക് ബാങ്കുകളല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ICC, HDFCയും ഇപ്പോൾ പുതിയതായിട്ട് കൊടാക് ബാങ്കൊക്കെ ഇങ്ങോട്ടേക്ക് നേരത്തെ ഉള്ളതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്കൊക്കെ കൊടാക് ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഈ അടുത്ത കാലത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഷെയർസ് ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് പീപ്പിൾസിൻ്റെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും പ്രൈവറ്റ് സെക്ടേഴ്സ് ബാങ്കിൻ്റെ കൂടുതൽ ഷെയർസ്. നെക്സ്റ്റ് ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ബാങ്ക്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ഓപ്പറേറ്റ് ദെയർ ബ്രാഞ്ചസ് ഇൻ അവർ കൺട്രീസ്. എന്താണ് അത് ഫോം ചെയ്തിരിക്കുന്നത്? ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് പറയുന്നതാണ്. അതൊക്കെ നമ്മൾ ഓരോ ഇതിൽ സെക്ഷനിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാങ്ക് ഫോം ചെയ്തിരിക്കുന്ന ഫോറിൻ കൺട്രീസിൽ അതിനെ പിന്നെ ഫോം ചെയ്തിരിക്കുന്ന ഫോറിൻ കൺട്രീസിലും, പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന എവിടെയാണ്? ഇല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ മറ്റുള്ള കൺട്രികളിലും വരുമ്പോൾ അതിനെ നമുക്ക് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ HSBC. പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബാങ്കാണ് HSBC എന്ന് പറയുന്നത്. എന്താണ് HSBC? ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, അതാണ് HSBC. പിന്നെ സിറ്റി ബാങ്ക് കണ്ണൂരും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ടൗണുകളിലേക്കൊക്കെ വരുന്ന, അല്ലെങ്കിൽ ടൗണിലേക്കൊക്കെ വരുന്ന എന്നല്ല പറഞ്ഞേ, മെയിനായിട്ട് ഇതുപോലെയുള്ള ഫോറിൻ കൺട്രീസിൽ ഫോം ചെയ്തിരിക്കുന്ന പക്ഷേ അതിൻ്റെ ബ്രാഞ്ചസ് മറ്റുള്ള കൺട്രീസിൽ പ്രവർത്തിക്കുന്ന ടൈപ്പ് ബാങ്കുകളെ നമ്മൾ ഫോറിൻ ബാങ്ക്സ് എന്നുള്ള അണ്ടറിൽ കൊണ്ടുവരാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സിറ്റി ബാങ്ക് അല്ലെങ്കിൽ HSBC ഒക്കെ. ഇനി സെക്കൻഡ് ടൈപ്പ് ബാങ്ക്, അത് നമ്മൾ 4 ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ 4-5 ടൈപ്പ് ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സെക്കൻഡ് വൺ ആണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? When cooperative society engages itself in banking business is called cooperative bank. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതിൻ്റെയെങ്കിലുമൊക്കെ അണ്ടറിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ്ങിൻ്റെ ഇതിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ബാങ്കിൻ്റെ ഫങ്ഷൻസ് നടത്തുമ്പോൾ അതിനെ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ് മീഡിയം ലോങ് ടൈം ലോൺസ്. എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ് മീഡിയം ലോങ് ടൈം ലോൺസ് ടു ഇൻഡസ്ട്രി. അങ്ങനത്തെ ഏതെങ്കിലും ബാങ്കുകളുണ്ടെങ്കിൽ നമുക്കതിന്, അതായത് ലോങ് ടൈം ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം ടൈം ആയിട്ടോ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാങ്കുകളെ നമുക്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, SFI അല്ലെ SFCC. അപ്പോൾ ഇങ്ങനെ പറയുന്ന ബാങ്കുകളൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? which engage themselves in some specific area or activity and are thus called specialized banks. ഇതാണ് ചില പ്രത്യേക പർട്ടിക്കുലർ ആക്ടിവിറ്റീസിൽ മാത്രം എൻഗേജ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയാസിൽ മാത്രം എൻഗേജ് ചെയ്യപ്പെടുന്ന ബാങ്കുകളെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾ നബാർഡ് അല്ലെങ്കിൽ എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫങ്ഷൻസ് മാത്രമേ അവിടെ നടത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻസ് മാത്രമാണ് അവിടെ. പിന്നെ സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകൾക്ക് വേണ്ടി ഹെൽപ്പായിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ അഗ്രികൾച്ചർ ഫേമിൻ്റെ അണ്ടറിൽ ഹെൽപ്പോട് കൂടി വന്നിരിക്കുന്നതാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസ് മാത്രമേ അവിടെ നടത്തപ്പെടുകയുള്ളൂ. നെക്സ്റ്റ് വൺ സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്കിന് in every country a bank which is entrusted with the responsibility of guiding and regulating banking system is known as central bank. എന്താണ്? എവരി കൺട്രി, എല്ലാ രാജ്യത്തും എന്തുണ്ട്? വിച്ച് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ബാങ്കിങ് സിസ്റ്റം ഈസ് നോൺ ആസ് സെൻട്രൽ ബാങ്ക്. മറ്റുള്ള ബാങ്കുകളെ ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അതിനെ പറയുന്നതാണ് നമുക്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ആ സെൻട്രൽ ബാങ്കിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ തക്കതായ അതോറിറ്റി ഉള്ള എന്താണ്?
സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ എല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ബാങ്കിങ് സംവിധാനത്തെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ബാങ്കുകളുണ്ട്. അതിനെ നമുക്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറയാൻ പറ്റും. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ വിളിക്കപ്പെടുന്ന RBI എന്ന് വിളിക്കപ്പെടുന്ന ബാങ്കാണ്. അപ്പം ഇവിടെ ഈ ഒരു സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ചിലപ്പം ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട് സെൻട്രൽ ബാങ്കിൻ്റെ. അപ്പം ഇറ്റ് ഡസ് നോട്ട് ഡീൽ ഡയറക്ട്ലി വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് പബ്ലിക്. എന്താണ് ഇത്? ഡയറക്റ്റ്ലി ഒരു കാരണവശാലും മെമ്പേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീലിങ്സ് ഇല്ല. സെൻട്രൽ ബാങ്കിന് ഡയറക്റ്റ് ഡീലിങ്സ് മെമ്പേഴ്സുമായിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ടില്ല. മെമ്പേഴ്സുമായിട്ടില്ല എന്നല്ല, പബ്ലിക്കുമായിട്ടില്ല. ഇറ്റ് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ഇത് ബാങ്കിൻ്റെ ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാരണവന്മാരായിട്ട് പിന്നെ നമ്മുടെ പേരൻസ് നിൽക്കുമ്പോൾ അവരാണ് ആ വീടിൻ്റെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ താഴേക്ക് ഒരുപാട് ബാങ്കുകൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഈ പറയുന്ന സെൻട്രൽ ബാങ്ക് ത്രൂ ആണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് ഓഫ് ഓൾ അതർ ബാങ്ക്സ് ആൻഡ് അഡ്വാൻസസ് മണി ടു ബാങ്ക്സ് വെൻ ആർ നീഡഡ്. അപ്പോൾ ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്? അതായത് സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് അവരുടെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ള ബാങ്കുകൾക്ക് ഇതുപോലെ ലോണ് ലെൻഡ് ചെയ്യുക. ഇതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് റെഗുലേറ്റ്സ് ദ വോളിയൂം ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ് ഹാസ് ദ പവേഴ്സ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓവറോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുന്നു? എല്ലാവരെയും മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുക. കാരണം പരമാധികാരം രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും പരമാധികാരം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ സെൻട്രൽ ബാങ്കാണ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾസോ ആക്ട് ആസ് എ ഗവൺമെൻറ് ബാങ്കർ ആൻഡ് മെയിൻറ്റെയിൻസ് ദ റെക്കോർഡ് ഓഫ് ഗവൺമെൻറ് റെസീവ്സ് പേയ്മെൻറ്റ് ആൻഡ് ബോറോവിങ്സ് അണ്ടർ വേരിയസ് ഹെഡ്സ്. അപ്പം ഈ പറയുന്ന റിസർവ് ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ്സ്, അത് ഗവൺമെൻറ് റെസീപ്സും കാര്യങ്ങളും പേയ്മെൻറ്റ്സും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ, കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണുള്ളത്. ഇറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസീസ്. അപ്പം ഗവൺമെൻറ്റിനെ സാമ്പത്തികപരമായിട്ട് അഡ്വൈസ് ചെയ്യുന്നതും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതുമൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, മീൻസ് സെൻട്രൽ ബാങ്കാണ്. ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിക്സേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് ബാങ്ക്സ് ലോൺസ്. അതായത് നമ്മളൊക്കെ ഓരോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന RBI ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കാണ്. ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് കറൻസി റിസർവ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് ഇത്? ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയനായിട്ടും ഈ പറയുന്ന റിസർവ് ബാങ്കിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഫോറിൻ എക്സ്ചേഞ്ച് വേണം. കാരണം ഒരു ബിസിനസ്, ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഫോറിൻ കറൻസി, ഒരു പുതിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഞാൻ മറന്നുപോയി, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഫോറിൻ കറൻസി വേണം, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് ഡെപ്പോസിറ്റ് വേണം, അതിനുശേഷം ഇന്ത്യൻ കറൻസി വേണം. അപ്പോൾ അതാത് കൺട്രികളുടെ കറൻസി വേണം. ഇതാണ് റെഗുലേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ ഗോൾഡൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ വിലയൊന്നും താഴോട്ട് പോകാണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്വർണ്ണത്തേക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇടക്കാലത്ത് ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന നീക്കം ഉപേക്ഷിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന പേളുമാലയ്ക്ക് തുല്യമായിട്ട് മാറും. കാരണം ബാങ്കിന് സ്വർണത്തിൻ്റെ മേലൊരു സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ഗോൾഡിന് ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബാങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഫോറിൻ എക്സ്ചേഞ്ച് വേണം, ഗോൾഡ് വേണം, അതർ സെക്യൂരിറ്റീസ്, മറ്റുള്ള സെക്യൂരിറ്റീസ് പ്ലസ് കറൻസി, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നോർമലി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം റിലയൻസ് ശ്രമിച്ചിരുന്നു, റിലയൻസിൻ്റെ ബാങ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ മുത്തൂറ്റ് ശ്രമിച്ചിരുന്നു, പക്ഷേ മുത്തൂറ്റിന് കിട്ടിയിട്ടില്ല. റിലയൻസിനുള്ള അനുമതി കിട്ടിയിരുന്നു, ഇതുവരെ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ.
അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ ഇഷ്യൂ ഓഫ് കറൻസി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള കറൻസി നോട്ട്സൊക്കെ ഇഷ്യൂ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിക്കവാറും ഷോർട്ട് നോട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് സെൻട്രൽ ബാങ്ക് ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്.